ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഖുർആൻ വേഴ്സസ് ജാറിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. ഈ ജാർ മേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണിത്. എനിക്കിതിൻ്റെ ഓർഡർ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫുൾ വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ചെയ്യുമ്പോൾ അത് വീഡിയോ ആക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച്. ഇത് എനിക്കെൻ്റെ ഫ്രണ്ട് തന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു. അവൾ ആദ്യം ഒരെണ്ണം ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ് 2 കൂടെ വേണം, അങ്ങനെ ടോട്ടൽ 3 ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള ആയത്തുകളൊക്കെയാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് ബോണ്ട് പേപ്പറിലാണ്. ഞാൻ ആദ്യം നോർമൽ A4 ഷീറ്റിൽ പ്രിൻ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നല്ല തിക്നെസ് കുറവായ കാരണം ഞാൻ ബോണ്ട് പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്തതാണ്. ഇതാകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ്. പിന്നെ ജാറിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ സ്റ്റിക്കർ ഷീറ്റിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. A4 സൈസിൻ്റെ സ്റ്റിക്കർ ഷീറ്റിൽ 3 അങ്ങനെ എടുക്കുക ചെയ്തത്. പിന്നെ 4U എന്നുള്ള ഞാൻ ബാക്കി സ്ഥലം വന്നപ്പോൾ അങ്ങനെ വെച്ചതാണ്. അത് ഞാൻ ജാറിൻ്റെ ടോപ്പിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ടെംപ്ലേറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടതായിരുന്നു ആ ഒരു ടെംപ്ലേറ്റ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ജാറിൻ്റെ ടോപ്പിലായിട്ട് ഒരു ത്രെഡിൽ ഇതാക്കിയിട്ട് അങ്ങനെ ടൈ ചെയ്തിട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രിൻ്റ് ചെയ്ത്. പിന്നെ ഈ ജാറ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേക്കിൻ്റെ ഒക്കെ ഷോപ്പിൽ നിന്നാണ്. നമ്മൾ ജാർ കേക്കൊക്കെ ചെയ്യുന്ന ആ സെയിം ജാറാണ് വരുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു, മേലെ കോർക്കിങ്ങിൻ്റെ ടോപ്പ് വരുന്ന അങ്ങനത്തെ ജാറായിരുന്നു വേണ്ടത്. ഞാനിവിടെ അടുത്തുള്ള ഷോപ്പിലൊന്നും അന്വേഷിച്ചപ്പോൾ അവിടെ ഒന്നും അങ്ങനത്തെ ജാറില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ ജാറിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചു. ഈ ജാറാണെങ്കിലും നല്ല സൈസ് കുറവായിട്ടുള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിലും കുറച്ചും കൂടെ സൈസുള്ളതിൽ ചെയ്യാവും ഒന്നും കൂടെ ബെറ്റർ. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതിലും ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. എന്താ വെച്ചാൽ വേറെ എവിടെ നിന്നും സംഭവം കിട്ടാനില്ല, അപ്പോൾ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതിൽ തന്നെ ചെയ്ത്. പിന്നെ ഞാൻ ഈ ആയത്തുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് A4 സൈസിലാണ്. പക്ഷെ എനിക്ക് സെറ്റ് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ 3 ചെയ്യാനുള്ള നില വെച്ചിട്ട് ഒരു ഷീറ്റിൽ തന്നെയാണ് കണ്ടിന്യൂസ് ആയി ഞാൻ സെറ്റ് ചെയ്ത് പോവുക ചെയ്തത്. പക്ഷെ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ഒരു ഷീറ്റിൽ ഒരു കളറാക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഞാനിപ്പോൾ അത് ഒരു കളറിൽ തന്നെ സെറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്കത് ചാർട്ടിൽ പ്രിൻ്റ് ചെയ്യായിരുന്നു. ഞാൻ അവിടെ എന്നപ്പോഴാണ് ചാർട്ടിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഒരു ഷീറ്റിൽ 2 കളർ വെച്ച് സെറ്റ് ചെയ്ത് കാരണം ഇപ്പോൾ ഞാൻ ഗ്രീൻ ചാർട്ടിൽ പ്രിൻ്റ് ചെയ്താൽ മറ്റേത് വേറെ ഏതെങ്കിലും കളറായിട്ട് വരും. അപ്പോൾ എനിക്ക് ചാർട്ടിൽ പ്രിൻ്റ് ചെയ്യാനാണ് പറ്റിയില്ല. എന്താണ് ചാർട്ടിൽ പ്രിൻ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ എനിക്ക് ആ A3 കളർ ഷീറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. തിക്നെസ് ഉള്ള കാരണം ബാക്കിലാണ് വേറെ ഷീറ്റ് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് കാണിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്ലെയിൻ കളർ ഷീറ്റുകൾ ഇതിൻ്റെ ബാക്കിൽ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റ് എടുത്തതായിരുന്നു. പിന്നെ കളർ ഷീറ്റിൽ ഒന്നും കൂടെ കട്ടി വരുന്ന ടൈപ്പ് ഷീറ്റുകൾ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് തന്നെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തിക്നെസ് വരുമല്ലോ അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ 10 ആയത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ A4 സെറ്റ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ആകുമ്പോൾ ഒരു ഷീറ്റിൽ ഒരു കളർ അങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാമല്ലോ. ബോണ്ട് പേപ്പറിൻ്റെ തിക്നെസ് ഇത് എത്ര വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനത് ചോദിക്കാൻ മറന്നതുണ്ടായത്. ഇതിലിപ്പോൾ ഞാൻ ഓരോ ആയത്തും സെറ്റ് ചെയ്തിട്ടുള്ള സൈസ് 14 സെൻറ്റിമീറ്റർ നീളം 3 സെൻറ്റിമീറ്റർ വീതി അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജാറിൻ്റെ സൈസ് എത്രയാണോ അതിനേക്കാളും ഒരു 0.5 1 സെൻറ്റിമീറ്ററോ അങ്ങാനും കുറച്ചിട്ട് എടുത്തിട്ട് സെറ്റ് ചെയ്താൽ മതി. പിന്നെ വീതി നിങ്ങൾ 3 സെൻറ്റിമീറ്റർ എടുക്കുക തന്നെയാവും ഏറ്റവും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജാറിൽ വെക്കാൻ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ അതിലും കുറവാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ചില ആയത്തുകളൊക്കെ അത്യാവശ്യം വലുതാവുമല്ലോ. അപ്പോൾ അതിൽ നല്ല ചെറുതായിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഒരു ബെറ്റർ സൈസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും ആ സൈഡിൽ വരുന്ന വൈറ്റ് പോർഷൻസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതിന് ഡയറക്റ്റ് മറ്റേ കളർ പേപ്പറിൽ അങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനായിരുന്നു. അപ്പോൾ ഒരു ഷീറ്റിൽ 2 കളേഴ്സുള്ളതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഓർഡർ വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കട്ട് ചെയ്തിട്ടുള്ളതും ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യണത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ 3 ഓർഡർ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് പണി തന്നെയാണ് ഇത്രയും അധികം കട്ട് ചെയ്തെടുക്കലൊക്കെ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഭാരമായിട്ട് തോന്നിയില്ല. ഇത് ഓരോ ജാറിലും 60 ആയത്ത് വെച്ചിട്ടാണ് വരുന്നത്. ടോട്ടൽ 180 ഉണ്ടായിരുന്നു. ഓരോ ഇമോഷൻസിനും 10 ആയത്ത് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആയത്തുകളുടെ വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത പോലെ ഇതിൻ്റെ 2 സൈഡത്തെ വൈറ്റ് പോർഷൻസാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ഒട്ടിച്ച് തുടങ്ങാമല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു മെത്തേഡാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ 2 ആയത്ത് അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഏറ്റവും ബെറ്റർ. എന്താണെന്ന് വെച്ചാൽ കുറേ ആവുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പേപ്പർ ചുളിയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ 2 വെച്ച് ചെയ്യാൻ ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കളേഴ്സ് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താം. പിന്നെ ഞാൻ കണ്ടത് ഓൾമോസ്റ്റ് എല്ലാതും ഈ ഒരു കളർ കോഡിലായിരുന്നു കണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു കളർ കോഡിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ വേറെ കളർ കോഡൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇതാണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ ആയത്തുകൾ ആ കളർ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യുന്നത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ ഫെവിക്കോൾ ഡയറക്റ്റ് ആക്കില്ല, കുറച്ച് വെള്ളം ചേർത്തൊന്ന് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്.
എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആക്കുമ്പോൾ നല്ല കട്ടി കൂടുതൽ ഉള്ള പോലെ തോന്നി. ഗ്ലൂവിൻ്റെ കട്ടി നല്ല കൂടുതലാകുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് ആവാത്ത പോലെ തോന്നി. അതാ പിന്നെ ഞാനത് വെള്ളം ചേർത്തിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ ബ്രഷ് ആയിട്ടാണ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ കുറച്ചധികം ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ബ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈയായിട്ടാണ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ പിന്നെ പേപ്പറിൽ പിടിക്കുമ്പോൾ അതിലൊക്കെ ആയിട്ട് പേപ്പറാകെ ഒരു വൃത്തികേടാവും. ബ്രഷ് ആയിട്ടാകുമ്പോൾ അങ്ങനെ ആ ഒരു സീൻ വരില്ലല്ലോ. എന്നാലും ചെറുതായിട്ട് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ സീനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ബ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് കൈ കൊണ്ടാക്കണേക്കാളും. പിന്നെ കുറേ ഒട്ടിക്കാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ എല്ലാതും കൈയായിട്ട് ചെയ്യണമെങ്കിൽ കൈ ആകെ ഒരു മാതിരിയാവും ഇതെല്ലാം സ്റ്റിക്ക് ചെയ്ത് വരുമ്പോഴത്തേനും. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ഉണങ്ങിയ ശേഷം മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നല്ലപോലെ അത് കിട്ടില്ല. എനിക്കിപ്പോൾ ഇത് കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ലാസ്റ്റത്തെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേനും ഫസ്റ്റത്തൊക്കെ അത്യാവശ്യം നന്നായി ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ അതിന് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കുള്ള ആയത്തുകൾ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ സെർച്ച് ചെയ്തെടുക്കുകയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചെടുത്ത് ഓള് കുറച്ചെടുത്ത് അങ്ങനെ രണ്ടാളും കൂടെ അങ്ങനെ ചെയ്യണത്. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഈ ജാർ ഓപ്പൺ ചെയ്തിട്ട് ആകെ ഒരായത്ത് കാട്ടണതും അങ്ങനെയുള്ളൊരു വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഏകദേശം കുറച്ചൊക്കെ കട്ട് കഴിയുമ്പോഴത്തേനും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ നിർത്തില്ല, തീരെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ആയത്തുകളൊക്കെ അങ്ങനെ നൈറ്റിൽ കട്ട് ചെയ്ത് വെച്ച് പിന്നെ 2 ജാറിൻ്റെ ഫുൾ വർക്ക് അങ്ങനെ ചെയ്ത് വെച്ച് പിന്നെ ഒരെണ്ണം വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ട് വെക്കുകയാണ് ചെയ്ത്. പിന്നെ അതിൻ്റെ മേലെ ഒട്ടിക്കാനുള്ള ഞാൻ പറഞ്ഞല്ലോ പിൻട്രസ്റ്റിൽ നിന്ന് ടെംപ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ അങ്ങനെ എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. പിൻട്രസ്റ്റിൽ ഇങ്ങനത്തെ പല ടൈപ്പ് ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ എടുത്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇതിൻ്റെ സൈസ് എടുക്കുമ്പോൾ എക്സാക്റ്റ് നമ്മുടെ ആ ടോപ്പിൻ്റെ ഫുൾ സൈസ് എടുക്കാണ്ട് അതിനേക്കാളും ഒരു കുറച്ചിട്ട് എടുക്കുക ഒന്നും കൂടെ വൃത്തി ഉണ്ടാവുക. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അതിനെ സൈസ് തന്നെ സെറ്റ് ചെയ്തിരുന്നു ഫോണിൽ. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഏറെക്കുറെ കറക്റ്റായി. ഇത് പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ ടൈ ചെയ്തിടാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രിൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ബാക്കി സ്പേസ് വന്നപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ ജാറിൻ്റെ മേലെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ജാറിൻ്റെ മേലെ പൊന്തി നിൽക്കുന്ന പോർഷൻ ഉണ്ടാവില്ല, ജാറിൻ്റെ അടിഭാഗം പിന്നെ മേൽഭാഗം ഒരു കെർവ് പോലെ ഒരു ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ കെർവ് പോലുള്ള ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കാത്ത പോലെ ആ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗത്ത് മാത്രം വരുന്ന രീതിയിൽ സ്റ്റിക്കർ ഒട്ടിക്കാൻ ചെയ്യുന്നുണ്ട്. അടിയിലേക്ക് ഇറങ്ങി നിന്നാൽ പിന്നെ ഒട്ടിച്ചാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. എൻ്റെ ചെറുതായിട്ട് അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ സ്റ്റിക്കറിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് അല്ലേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ ഒരു മെഷർമെൻറ്റിൽ സെറ്റ് ചെയ്യാണ് ചെയ്തത്. അതാണ് ചെറുതായിട്ട് ഇങ്ങനെ അടിയൊക്കെയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ലത്. പിന്നെ ഞാൻ ആ സൈഡിൽ ടൈ ചെയ്യാനുള്ള ഫോർ യു എന്നുള്ളത് ഞാനൊരു കാർഡ് സ്റ്റോക്കിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് സ്റ്റിക്കറിൽ അങ്ങനെ ഹോൾ ചെയ്തിട്ടിട്ടാൽ അത് കട്ടിയില്ലാത്തത് കൊണ്ട് ഒരു വലിയ വൃത്തിയിൽ കിടക്കില്ല. കട്ടിയുള്ളതാവും ഒന്നും കൂടെ ബെറ്റർ അങ്ങനെ കാർഡ് പോലെ അങ്ങനെ തൂക്കിയിടുമ്പോൾ. അപ്പോൾ എന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഹോൾ ഇട്ടിട്ട് ജൂട്ടിൻ്റെ ത്രെഡ് കൊണ്ട് ജാറിൻ്റെ മേൽഭാഗത്ത് അങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് കെട്ടി കൊടുക്കുകയാണ്. പിന്നെ ഓൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഗിഫ്റ്റ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏറെ ഞാൻ ഈ ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ച്. അതങ്ങനെ പ്ലെയിനായി കിടക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടെ കാണാൻ ഭംഗി ഉണ്ടാവും തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ എല്ലാ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ അപ്ലോഡ് ചെയ്താൽ നല്ല ലെങ്ത് ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ആദ്യം ഫുൾ വീഡിയോ വേണമെന്നുള്ളത്. അപ്പോൾ ഞാനത് ചെയ്യേണ്ടത് യൂട്യൂബിൽ ഞാൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ഫുൾ ആയത്ത് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ. അപ്പോൾ നമ്മുടെ 3 ജാറും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ആയത്തുകളൊക്കെ വെച്ച് കൊടുക്കണം. ഈ ആയത്തുകളൊക്കെ നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ നന്നായി പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് തന്നെ മടക്കി കൊടുത്താൽ മതി. നന്നായി പ്രസ് ചെയ്ത് മടക്കി കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ പേപ്പർ നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സെൻറ്റർ നല്ല ഡാമേജ് ആവും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, മെല്ലെ മടക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ജാറിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഷീറ്റിൻ്റെ എഡിറ്റിംഗ് വീഡിയോ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ മറ്റേ ആയത്തുള്ള വീഡിയോൻ്റെ ഒപ്പം ഞാൻ വേണമെങ്കിൽ അതും കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പറയണേ. അപ്പോൾ നമ്മുടെ 3 ജാറും ഇപ്പം എല്ലാം അതിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്.
ഇനി ഇത് 3 കൂടെ ഒരു ഇതിൽ പാക്ക് ചെയ്യണം. ഇതെനിക്ക് ഡയറക്റ്റ് ഓളത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും ഞാനത് ബബിൾ റാപ്പ് യൂസ് ചെയ്തിട്ട് 3 പാക്ക് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ വെച്ചാലും ഞങ്ങളുടെ കൊണ്ട് കുലുങ്ങിയിട്ട് അത് ഗ്ലാസ് അല്ല, അതുകൊണ്ട് പൊട്ടണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ 3 ബബിൾ റാപ്പ് ചെയ്തിട്ട് ഞാനൊരു ചെറിയ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടായിരുന്നു, എന്തോ അതിൻ്റെ കറക്റ്റ് വലുപ്പത്തിലുള്ളൊരു ബോക്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അതിൽ വെച്ച് കൊടുത്ത് അതിൽ കറക്റ്റ് ടൈറ്റായിട്ട് 3 ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങോട്ടും ഇനങ്ങൂല, പൊട്ടാനും ചാൻസ് ഇല്ല. ഞാൻ ഈ ഓർഡർ എടുക്കുമ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഈ വർക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഈ ഓർഡർ എനിക്ക് തന്ന സീറാക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൾ ആ ഓർഡർ തന്ന കാരണമാണ് എനിക്ക് ഈ ഒരു പുതിയൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ അതിൻ്റെ ഫോട്ടോ ഒന്ന് ഷെയർ ആക്കണേ. എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ സ്ക്രീനിലൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇതിൽ അത്യാവശ്യം പുറത്തത്തെ സൗണ്ടുകൾ ഉണ്ടാവും. എന്താ വെച്ചാൽ കുറേ നോക്കി സൗണ്ട് ഇല്ലാത്ത ടൈമിൽ കൊടുക്കാനും, പക്ഷെ എപ്പോഴും എന്തെങ്കിലും സൗണ്ടൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അത് കൊടുക്കാണ്ട് ഇങ്ങനെ നീണ്ടു പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാൻ ബൈ ബൈ. പിന്നെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.